ഹലോ ഗായ്സ്, തമ്പുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഞാൻ ഇന്ന് യാത്ര പോകുന്നത് എൻ്റെ ഫ്ലാറ്റ്മേറ്റിൻ്റെ ഒപ്പമാണ് കേട്ടോ. കൂടെ നമ്മുടെ മക്കളും. നമ്മുടെ ഫ്രണ്ട് ഡോറ് തുറന്നാൽ അടുത്ത ഫ്ലാറ്റാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കൂട്ടുകാരിയാണ് കേട്ടോ സാമന്ത. അപ്പോൾ സാമന്ത എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സിനിമാ നടിയാണോ എന്ന്. ഒരിക്കലുമല്ല. ആളുടെ പേര് സാമന്ത എന്ന് തന്നെയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ട സമയത്ത് ഞാൻ ചോദിച്ചു, ശരിക്കും ഇങ്ങനെ തന്നെയാണോ പേരെന്ന്. അങ്ങനെ തന്നെയാണ് കേട്ടോ പേര്. ഞങ്ങൾ നേരെ പോയത് ബ്രോഡ്വേയിലേക്കാണ്. ഓണ സീസൺ ആയതുകൊണ്ട് തന്നെ ഓണപരിപാടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗാനമേളയൊക്കെ നടക്കുന്ന സമയമായിരുന്നു അവിടെ. പ്രത്യേകിച്ച് ഓഡിയൻസ് ഒന്നും അധികം ഇല്ലായിരുന്നുവെങ്കിലും ഞങ്ങൾ ചെന്നങ്ങ് സപ്പോർട്ട് ചെയ്തു കേട്ടോ. അതേ കാത്തുക്കുട്ടി സേറക്കുട്ടി ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കൂടെ ഞങ്ങളും ഇരുന്നു. കുറച്ച് നേരം ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സംഘാടകർ ചോദിച്ചു എന്നോട് പാട്ട് പാടുന്നോന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല എന്ന്. ഇനി അവിടെയും ഞാൻ ചെന്ന് വെറുപ്പിക്കണ്ടല്ലോ എന്ന് ഞാൻ സ്വയം അങ്ങ് വിചാരിച്ചു കേട്ടോ. ലൈവിൽ വന്ന് തന്നെ നിങ്ങളെ ഞാൻ വെറുപ്പിക്കാറുണ്ടല്ലോ, എങ്കിലും എൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നെനിക്കറിയാമേ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഷോപ്പിലേക്കാണ് കേട്ടോ. അതായത് സാമന്തയുടെ സ്വന്തം ഷോപ്പൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഷോപ്പിലൊക്കെ പോയി പർച്ചേസിങ് ഒക്കെ ചെയ്തും അത് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ദാഹിക്കുന്നു വിശക്കുന്നു എന്നൊക്കെ പറയും. പിന്നെ ഞങ്ങളൊരു ഷോപ്പിൽ കയറിയിട്ട് എന്താ പറയുക, ബർഗറും ഷവർമ്മയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടെ ജ്യൂസും. കാത്തുക്കുട്ടിക്കും സേറക്കുട്ടിക്കും പിന്നെ ഭയങ്കര ദാഹമാണ് എന്നൊക്കെ പറഞ്ഞ് വഴക്കായിരുന്നു. അപ്പോൾ ജ്യൂസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നേ വഴക്ക്. എന്തോ പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് ഞാൻ വെള്ളം എടുക്കാനൊക്കെ വിട്ടുപോയി കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ബാഗിൽ കുറച്ച് വെള്ളമൊക്കെ എടുക്കുമായിരുന്നു. ഇന്ന് പക്ഷേ മറന്നുപോയി. ഇതേ രണ്ടുപേരിനെ കുരുത്തക്കേടൊക്കെ കണ്ടില്ലേ, അതാണ് ഞങ്ങളുടെ ലിയക്കുട്ടി കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചേ. അമ്മയായതിനു ശേഷം മോളെയും കൊണ്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒരു യാത്ര പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അല്ലാതെ എപ്പോഴും ഹസ്ബൻഡിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെ ഒപ്പമാണല്ലോ യാത്ര പോകാറ്. ഇതെൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു മോളെയും കൊണ്ട് ഒരു ഫ്രണ്ടിൻ്റെ കൂടെ യാത്ര പോകുന്നത്. അത് ഞങ്ങൾ പ്ലാൻ ചെയ്ത യാത്രയൊന്നും ആയിരുന്നില്ല, പെട്ടെന്ന് തീരുമാനിച്ച യാത്രയായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഏതായാലും നമുക്ക് പറ്റിയ വൈബുള്ള ആൾക്കാർ തന്നെയാണ്. കാത്തുക്കുട്ടിക്ക് പറ്റിയ കൂട്ടാണ്. അതായത് കാത്തുക്കുട്ടിയുടെ പ്രായത്തിൽ തന്നെയുള്ള ഒരു മോളുണ്ടല്ലോ. അപ്പോൾ ഇവർ രണ്ടും ഭയങ്കര കൂട്ടാണ് കേട്ടോ. ഇടയ്ക്ക് വഴക്കൊക്കെ കൂടുമെങ്കിലും അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. ഭയങ്കര കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് മൈജിയിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരു വമ്പൻ സർപ്രൈസ് ഉണ്ട് കേട്ടോ, നിങ്ങൾ സ്കിപ്പാകാതെ കാണണം കേട്ടോ. എനിക്കിവിടുന്ന് പ്രത്യേകിച്ചൊന്നും എടുക്കാൻ ഉണ്ടായിരുന്നില്ല. സാമന്തയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി. പിന്നെ ഈയിടെ നമ്മളിവിടെ വന്നിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തതല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാനും അവിടെ പോയിട്ട് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. എനിക്ക് ലിയക്കുട്ടിയാണ് കേട്ടോ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു തന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏകദേശം പോകാം എന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ബമ്പർ സർപ്രൈസ്. ഇതാണ് കേട്ടോ നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ. അപ്പോൾ ആൻ്റണി സാറിൻ്റെ കൂടെ ആദ്യമായിട്ട് ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തു, സെൽഫി എടുത്തു. ഞങ്ങൾ പെട്ടെന്നാണ് കേട്ടോ ഇദ്ദേഹത്തെ നമ്മൾ കണ്ടത്, പ്രതീക്ഷിക്കാത്ത. എൻ്റെ ജീവിതത്തിൽ ഒരു സെലിബ്രിറ്റിയോടൊപ്പം ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ എനിക്ക് പറ്റുന്നത്. ആദ്യം കാണുന്ന ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിൻ ഹനീഫയുടെ വൈഫിനാണ് കേട്ടോ. പക്ഷേ എനിക്ക് ആദ്യം അങ്ങ് മനസ്സിലായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് രണ്ടാമത്തെ സെലിബ്രിറ്റിയാണ്. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. വാവോ, വമ്പൻ സർപ്രൈസ് ആയിരുന്നു. ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളോടൊപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കുള്ള പോകാനുള്ള പരിപാടിയിലാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ മടുത്തിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. യൂബറിൽ വരണം. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ഞങ്ങൾ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തു. ഇതിനിടയ്ക്ക് ഞങ്ങൾ എന്താ പറയുക, പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ കൂട്ടുകാരെ. ടാറ്റാ ബൈ.